കൊളവയൽ ആധ്യാത്മിക സമിതി 5ാം ശ്രീ മകരഭാരതി പുരസ്കാരം സമർപ്പിച്ചു. ചെറുവത്തൂർ തിമിരി മാവത്തുകാട് ആചാര്യ ഭാസ്കരൻ ഗുരുസ്വാമിയാണ് പുരസ്കാരത്തിന് അർഹനായത്. പി ദാമോദര പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊളവയൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം മുൻ പ്രസിഡന്റ്, ആധ്യാത്മിക സമിതി രക്ഷാധികാരിയും കൊളവയൽ അയ്യപ്പ ഭജന മന്ദിരം സ്ഥാപകനുമായ BK നാരായണ ഗുരുസ്വാമിയുടെ സ്മരണയ്ക്കു വേണ്ടി നൽകപ്പെടുന്ന മകരഭാരതി പുരസ്കാരം ചെറുവത്തൂർ തിമിരി മാവത്തുകാട് ആചാര്യ ശ്രീ ഭാസ്കരൻ ഗുരുസ്വാമിക്ക് സമർപ്പിച്ചു. ₹5001 പ്രശസ്തി പത്രവും ഭാരത് മാതാ ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2022 മുതൽ ഈ പുരസ്കാരം നൽകി വരുന്നു. കൊളവയൽ വിവേകാനന്ദ വിദ്യാലയത്തിൽ വച്ചായിരുന്നു പുരസ്കാരദാനം. വിശിഷ്ട വ്യക്തികൾ ചേർന്ന് ദീപപ്രജ്വലനം നടത്തി. പുരസ്കാര പരിപാടിയിൽ ആധ്യാത്മിക സമിതി പ്രവാസി കമ്മിറ്റി അംഗവും ജൂറി കമ്മിറ്റി അംഗവുമായ വിജയൻ കൊടവലം അധ്യക്ഷത വഹിച്ചു. പൂരക്കളി പണിക്കരും സംസ്കൃത പണ്ഡിതനുമായ പി ദാമോദര പണിക്കർ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. എവിടെയാണോ ഒരു കൂട്ടായ്മയുള്ളത് ആ പ്രദേശത്ത് വെച്ചടി ഉയരത്തിലേക്ക് പോകുന്നത് കാണാം. ധർമ്മേണ എവിടെയാണോ അധർമ്മവാദികൾ കൂടുതലുള്ളത് അവിടെ വെച്ചടി താഴോട്ട് പോകും. കലിയുഗത്തിൽ നാമജപത്തിനും കൊളവയൽ ആധ്യാത്മിക പരിപാടികൾക്കും നേതൃത്വം നൽകുന്ന ആധ്യാത്മിക സമിതി മറ്റു സംഘടനകൾക്ക് മാതൃകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തുടർന്ന് 2026 മകരഭാരതി പുരസ്കാരം ആചാര്യ ഭാസ്കരൻ ഗുരുസ്വാമിക്ക് സക്ഷമ കോഴിക്കോട് മേഖലാ സെക്രട്ടറിയും ആദ്യ മകരഭാരതി പുരസ്കാര ജേതാവുമായ CC ഭാസ്കരൻ കൈമാറി. വേദിയിൽ വച്ച് ആധ്യാത്മിക സമിതിക്കു വേണ്ടി കേരള സർക്കാരിന്റെ പൂരക്കളി മറത്തുകളി മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ പി ദാമോദര പണിക്കരെ ആധ്യാത്മിക സമിതിക്കു വേണ്ടി CC ഭാസ്കരൻ ഷാൾ അണിയിച്ചു. മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നന്ദിതയെ സാംസ്കാരിക കേന്ദ്രം ഉപഹാരം നൽകി അനുമോദിച്ചു. കൊളവയൽ ആധ്യാത്മിക സമിതി കോർഡിനേറ്റർ രാമകൃഷ്ണൻ കൊത്തിക്കാൽ സ്വാഗതവും പുരസ്കാര പരിചയപ്പെടുത്തലും നടത്തി. അശോകൻ ഗുരുസ്വാമി, സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് രവി KP കുമാരൻ, ശശികുമാർ എന്നിവർ സംസാരിച്ചു. ബിജു നന്ദി പറഞ്ഞു. പരിപാടിക്ക് പ്രമോദ് കൊത്തിക്കൽ, മഹേഷ് K എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.